തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ആഹാ, ചേച്ചി രാവിലെ തന്നെ അടുക്കളയിൽ കയറിയോ? ஆமா, நீ டீ குடிச்சியா? ഞാൻ ചായ കുടിച്ചു. ദോശയ്ക്ക് എന്താ കറി? இன்னைக்கு மல்லி சம்மந்தி இருக்கு, தேங்காய் சம்மந்தி இருக்கு. എല്ലാം റെഡി ആയോ? மல்லி சம்மந்தி ரெடி, தேங்காய் சம்மந்தி இனிமே தான் செய்யணும். അപ്പൊ ചേച്ചി എന്നാ ചമ്മന്തി ഉണ്ടാക്കിയോ, ഞാൻ ദോശ ഉണ്ടാക്കാം. அது வேண்டாம் மீரா, நானே செய்யறேன். അതെന്താ? அப்படி கேளு நீ என்னன்னு. என்னன்னா சட்னி ரெடி பண்ணினதுக்கு அப்புறம் தோசை சுட்டுனா கேசு ஆனாலும் பாரு ஆனாலும் முழுசா சாப்பிடுவாங்க. அதனால நான் என்ன யோசிச்சேன்னா தோசை செஞ்சு முடிச்சதுக்கு அப்புறம் சட்னி ரெடி பண்ணலாம்னு. സാരില്ല, എന്നാലും ചേച്ചി ചട്നി ഉണ്ടാക്കിക്കോ, ഞാൻ ദോശ ഉണ്ടാക്കാം. அப்படின்னா இதை வச்சுக்கோ. ഓക്കെ. ആഹാ, സഹായിക്കാൻ മീരമോളും കൂടിയോ? ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഇരിക്കട്ടെ. പാചകമൊക്കെ അറിയാവോ? അങ്ങനെ ഇല്ല, അമ്മയെ കുറച്ചൊക്കെ സഹായിക്കാറുണ്ട്, അപ്പൊ അങ്ങനെ കുറച്ച് അറിയാം. ഓഹോ, അപ്പം നമുക്ക് അടുക്കള സഹായത്തിന് ഒരാള് കൂടിയായി ഇല്ലേ കനക? കറക്റ്റ് അമ്മ. എന്തോ ഞാൻ തന്നു നീ കാണുന്നേ? ദോശ. ദോശയല്ല, പുട്ട്. എടോ, തനിക്ക് ഇവിടെ വേറെ ഒരു പണിയൂല്ലേ? ഇന്നെന്താ പണി? ശനിയാഴ്ച അല്ലേ? ശരിയാണ്, ഈ ശനിയാഴ്ച ക്ലാസ്സില്ല. പക്ഷെ തിങ്കളാഴ്ച നമുക്ക് ക്ലാസ് ഇല്ലേ? അപ്പൊ അന്നത്തേക്കുള്ള വല്ല പിള്ളേർക്കുള്ള കഥയോ എന്തെങ്കിലും ഗെയിംസ് എന്തൊക്കെ പ്ലാൻ ചെയ്തൂടെ? ഇനി സമയമുണ്ടല്ലോ. ഈ സമയമൊക്കെ ഇങ്ങനെയാ പോണത്. പുതിയ ടീച്ചർ അടുക്കള കയറി നിരങ്ങുന്നു. അയ്യോടാ, എനിക്കതിന് വലിയ അത്ഭുതമൊന്നുമില്ല, സ്വാഭാവികമാണല്ലോ. ഈ വീട്ടിൽ ആരും വന്നാലും അടുക്കള വന്ന് പണിയെടുക്കേണ്ടി വരും. പിന്നെ നമ്മുടെ അമ്മൂമ്മയുടെ കേസ് പറയുകയാണെങ്കിൽ അടുക്കളയിൽ എത്ര പേര് സഹായിക്കാനുണ്ടെങ്കിലും അമ്മൂമ്മയ്ക്ക് മതിയാവും. ഇനി എന്റെ തലയിലോട്ട് കയറിക്കോ, സഹായിക്കാൻ ആള് വേണം പോലും. നീ എത്ര ദിവസമായി ആ ബാദലിന്റെ അവിടെ ഇങ്ങോട്ടൊന്ന് തലയിട്ട് നോക്കിയിട്ട്? നീ ഇപ്പൊ എന്റെ തലയിൽ കയറ്. എടാ, നീ എത്ര ദിവസമായി ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ട്? ഒരു 10 മിനിറ്റ് മുമ്പ് ഇവിടെ നോക്കിട്ട് അത് തിന്നാനല്ലേ വന്ന് നോക്കുന്നത്? അല്ല പിന്നെ അമ്മൂമ്മ നോക്കാനല്ലേ പറഞ്ഞുള്ളൂ, അല്ല പിന്നെ ഞാൻ തിരികെ. ടീച്ചറെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എവിടുന്ന് വന്നേക്കണേ ഇപ്പൊ? പാലക്കാട്. പാലക്കാട് വന്നല്ലേ? പാലക്കാട് വന്ന് വന്ന ഒരാൾ ഇങ്ങനെ നിക്കണമെങ്കിൽ മധുരയിൽ നിന്ന് ഒരാൾ അവിടെ പെട്ടിരിക്കുകയാണ്. நான் படல இல்ல, நான் இங்கேத்த பாசத்தினால இங்க நிக்கிறேன். എന്റെ പൊന്നെ മതി, നീയിപ്പൊ പാസത്തിൽ പിടിച്ചങ്ങ് കേറും. വയ്യ. മീര, പറഞ്ഞേ, ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്ത് കാര്യം ചേച്ചി? ഇത് കാര്യം പറ. അത് ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമാണ്, നീ അറിയണ എന്തിന്? അതെന്താ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം? എനിക്കറിയണേ. പിന്നെ ഇതേ തുടങ്ങി. അതുകൊണ്ടല്ല, ഈ മേളത്ത് നമ്മുടെ ഡേ കെയറിന്റെ കാര്യങ്ങളാണെങ്കിൽ അത് എനിക്കൂടെ അറിയണ്ടേ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്നാലേ ഡേ കെയറിലെ കാര്യം അല്ല പറയുന്നത്. ഓ, പിന്നെ നമ്മുടെ മറ്റേ അളിയന്റെ കാര്യമായിരിക്കും അല്ലേ? എന്റെ ഗൾഫിലുള്ള മീര, വാ. വിട്ടെ, ഡേക്കറിലെ പ്രിൻസിപ്പളൊക്കെ അവിടെ. ഇത് അടുക്കളയാണ്, അടുക്കളയിലെ പ്രിൻസിപ്പൾ ഞാനാ. ഇവിടെ ഞാൻ തീരുമാനിക്കും. ഇപ്പം മീര വരുന്നില്ല, ഞാൻ പറയും വരണ വേണ്ടായൊന്നും. അടുക്കളയിൽ ദോശ ഇവിടെ മീരയ്ക്ക് കാശ് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവിടെ നമ്മുടെ ഡേക്കറിൽ എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് കാശ് കൊടുക്കുന്നുണ്ടോ? ലാഭം കിട്ടുമ്പോഴല്ലേ കൊടുക്കുന്നേ? കൊടുക്കുമല്ലോ. എന്തായാലും ഇപ്പൊ മീര അടുക്കളയിൽ നിന്ന് അങ്ങോട്ടും വരുന്നില്ല. ഡേ കെയറിലെ കാര്യം ഞങ്ങൾക്ക് സംസാരിക്കാലോ. അപ്പൊ ഡേ കെയറിലെ കാര്യം മീര വാ. അങ്ങോട്ട് വിടാനല്ലേ പറഞ്ഞു? അമ്മമ്മ കൈവിട്. അങ്ങോട്ട് മീര വാ. മീര എന്റെ കൂടെ വിട. അമ്മമ്മ കൈവിട്. വിട് അമ്മമ്മ, വിട. വിട്. എനിക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഡേ കെയറിലെ കാര്യം സംസാരിക്കരുത്. അമ്മമ്മ വീട് വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? മീര വരുന്നുണ്ടോ ഇല്ലയോ? വരാം. പാലായി കടഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒന്ന് കൊണ്ടുപോകും അതിനെ. മീര വരുന്നുണ്ടോ ഇല്ലയോ? വരാം. എന്നാ പിന്നെ ആദ്യമേ അത് പോരായിരുന്നോ? വിളിച്ചപ്പോ ഞാൻ ചെന്നാ പോരായിരുന്നോ? എന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കണമായിരുന്നോ? ടീച്ചറെ, സാധാരണ ഇവിടെ ഇങ്ങനെ നറുക്കിട്ട് ഒരാളുടെ പേര് എടുത്തു കഴിഞ്ഞാല് നമ്മള് വേറെ ഡിസ്കഷൻ ഒന്നും ഇല്ലാത്തതാണ്. പിന്നെ മീര ടീച്ചർ ആയതുകൊണ്ട് വേണമെങ്കിൽ ചെറിയ അളവുകളൊക്കെ നടത്താം. എന്തളവ്? അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇഷ്ടമുള്ളത് പറഞ്ഞോ. എന്റെ പൊന്ന് ടീച്ചർ, അങ്ങനൊന്നും പറയരുത്. ടീച്ചർ അവന്റെ തീറ്റ കണ്ടിട്ടില്ലല്ലോ. ഇവന്റെ വയറ് നിറയണെങ്കിലേ പാലക്കാട് ജില്ല മൊത്തം എഴുതി വിൽക്കേണ്ട വരും. എന്താ വേണ്ടെന്ന് പറ. യേശുവേ, ഒരുപാട് കടുപ്പിക്കരുത് കേട്ടാ. അതൊന്നും സാരില്ല, ഇഷ്ടമുള്ളത് അങ്ങോട്ട് പറഞ്ഞോ. മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. എന്താ കുഴപ്പം?
സത്യമായിട്ടും ഇഷ്ടമുള്ളത് എന്താ വെച്ചാ പറഞ്ഞോ. അത് പറഞ്ഞപ്പോഴാ കനകാന്റിക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കാൻ മറന്നുപോയി. ആന്റി, കനകാന്റി. ചേച്ചിക്ക് എന്തെങ്കിലും ദോശയോ നെയ്റോസ്റ്റോ ഊത്തപ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ അല്ലേ? ലൈറ്റ് ആയിട്ടുമല്ലോ. ആന്റി, ആ എന്നാ ശിവ? ഞങ്ങളെ ഫുഡ് ഓർഡർ ചെയ്യുമായിരുന്നു. ആഹാ, ഞങ്ങളോട് ചോദിക്കാതെ ഓർഡർ ചെയ്തോ? അയ്യോ ഇല്ല, ചോദിച്ചിട്ടേ ഓർഡർ ചെയ്യത്തുള്ളൂ. അല്ല, ഇനിയിപ്പോ നമുക്ക് ഓർഡർ ചെയ്ത് ഇവിടെ നടന്ന് കഷ്ടപ്പെടണ്ട. ഇവിടെ അടുത്തൊരു സൂപ്പർ കട തുടങ്ങിയിട്ടുണ്ട് പുതിയതായിട്ടേ. നമുക്ക് അവിടെ നിന്ന് മേടിച്ചോണ്ട് വരാൻ. ഞാൻ എന്ത് പറയണ? அப்படின்னா நான் சொல்லட்டா? എന്നാ പിന്നെ തുടങ്ങും. ചേച്ചി ധൈര്യമായിട്ട് പറഞ്ഞോ. ചേച്ചിക്ക് മസാല ദോശ വേണോ, നെയ് റോസ്റ്റ് വേണോ, ഊത്തപ്പം വേണോ, എന്താ വെച്ചാ ധൈര്യമായി പറഞ്ഞോ. அதெல்லாம் எனக்கு வேண்டாம். எனக்கு பொரோட்டையும் மட்டன் பெரட்டும். പൊറോട്ടയും മട്ടൻ പെരട്ടും അല്ലേ? ശരി, പൊറോട്ടയും മട്ടൻ പെരട്ടും. ആ, മൂന്ന് മട്ടൻ പെരട്ടാ? പൊറോട്ട 4 വെച്ചുക്കോ. ആ ശരി, പൊറോട്ട 4. മട്ടൻ പെരട്ട് 2 പോതും. 2 എഴുതിക്കോ. 2. ആ ശരി, 2. അടുത്തത് ഒരു ഫുൾ ഷവായി. ഫുൾ ഷവായി. എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാനല്ല, എനിക്ക് കഴിക്കാൻ, നിനക്ക് കഴിക്കാൻ, പാറുവിനും കഴിക്കാൻ, കേശുവിനും കഴിക്കാലോ. തികയൂ? തികഞ്ഞില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി നോക്കിയാ പോരെ. ആ, അപ്പം തൽക്കാലത്തിന് ഫുൾ ഷവായി. നെക്സ്റ്റ് ഓർഡർ പ്ലീസ്. അമ്മൂമ്മ പറ. അമ്മമ്മക്ക് ഇതൊന്നും വേണ്ടി വരില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, ഞാൻ വെജിറ്റേറിയൻ അല്ലയോ. പറ അമ്മൂമ്മ, എന്ത് വേണം? പറ. എനിക്കൊരു പിസ്സ. ഓക്കെ, പിസ്. എന്തായാലും പിസ്സ. പിസി എവിടുന്ന് കേട്ട് പഠിക്കണ്? പിസ. ഓക്കെ, ലാർജ് വേണോ ചെറുത് വേണോ? വട്ടത്തിലുള്ളത് മതി. വട്ടത്തിലുള്ളത്. ചേട്ടാ, ഓ, ജ്യൂസ് വേണ്ടേ? പിന്നെ ജ്യൂസ് വേണ്ട, അല്ലെങ്കിൽ ശരിയാവോ? ജ്യൂസ് ഏതാ വേണ്ട? എനിക്ക് ഓറഞ്ച് ജ്യൂസ്. ഐസ് വേണേ? ഐസ്. ഓക്കെ, ഐസ്. നെക്സ്റ്റ് എനിക്കൊരു അവക്കട ജ്യൂസ്. എവിടെ പറഞ്ഞു? ഓറഞ്ച് ജ്യൂസാ? അല്ല, എനിക്കൊരു അവക്കട ജ്യൂസ്. അവക്കട ജ്യൂസ് എന്ന് പറയാ. ജ്യൂസ് പറ. എടാ, അവക്കട ജ്യൂസ്. മറ്റേ ഈ പച്ച കളറിലിരിക്കണ ഉണ്ട സാധനം. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവക്കാഡോ. അവക്കാഡോ ജ്യൂസ് അല്ലേ? കുടിച്ചാ മതി. അവക്കാഡോ. നെക്സ്റ്റ്. ആ കട കിട്ടുന്ന എന്തെങ്കിലും ജ്യൂസ്. അതെ മതിയോ? വല്ല മിൻലൈമോ? ശരി, 2 ഏതെങ്കിലും ജ്യൂസ്. വേറെ കനാൻഡി ഏത് വേണം? எனக்கு ഒരു ഫലൂഡ കൂടെ. ഫലൂഡ. ശരി, നമുക്ക് എരി കഴിക്കുമ്പോ അങ്ങനെ പാടില്ലല്ലോ. അപ്പൊ എനിക്ക് റോയൽ ഫലൂഡ. പിസ്ത ഫലൂഡ. ശരി, പിസ്ത ഫലൂഡ. ചേട്ടാ, ഓടാ. ഇതെല്ലാം കൂടെ കഴിക്കുമ്പോഴേ എരിയത്തില്ലേ? ഫലൂഡ കഴിക്കുമ്പോഴോ? എരിയുമ്പോ നിനക്ക് എന്ത് വേണം? ഐസ്ക്രീം. അവളുടെ മനസ്സുണ്ടല്ലേ. ഏതാ വേണ്ട? സ്ട്രോബെറി, വാനില? എനിക്ക് ഫലൂഡ മതി. ഓക്കെ, അപ്പൊ 2 ഫലൂഡ കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും. ഇല്ലില്ല, ഞാൻ എനിക്ക് ഒരു ഇച്ചിരി ചോറും ഇച്ചിരി പുളിശ്ശേരിയും കൂടെ വേണം. ഇതൊരു പിസയുടെ മണ്ടക്കിട്ട് കഴിക്കാന്. അമ്മൂമ്മക്ക് വേറെ സാധനം മേടിച്ചോണ്ട് വരാം. അമ്മൂമ്മ സ്പെഷ്യൽ സാധനം. നമുക്ക് എല്ലാവർക്കും കൂടെ 8 പൊറോട്ട എക്സ്ട്രാ പറഞ്ഞാ പോരെ? 2 കുബൂസ് റുമാലിയും കുറച്ച് കുബൂസും കൂടെ പറഞ്ഞു. എന്നാ റൊമാലിയും കുബൂസ് ബട്ടറിനെ അതിനോട് മിക്സ് ചെയ്ത് മേടിക്കാം. ഓക്കെ. അത് പിന്നെ അയ്യോ, ടീച്ചറിനായാലും നമ്മളങ്ങ് മറന്നുപോയി. ടീച്ചറിന് എന്താ വേണ്ടേ? എന്താണേലും കുഴപ്പമില്ല. ഒരു ഷവായി പറയട്ടാ. ഞാൻ വെജിറ്റേറിയൻ ആണ്. എന്നാ പിന്നെ പൊറോട്ടയും കടലക്കറിയാവാ. എന്താ വെച്ചാ കുഴപ്പമില്ല. ഇനിയിപ്പൊ ദോശയും ചമ്മന്തി ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ദോശയും ചമ്മന്തി. ഓക്കെ, ടീച്ചറെ പൈസ ഇട്ടാ മതി. ഓ, രാത്രിയത്തെ കാര്യോ? രാത്രിയും ചെലവുണ്ടോ? പിന്നെ ഫുൾ ഡേ അല്ലേ? ഫുൾ ഡേ ഒന്നുമില്ല. എന്തോന്നത്? ടീച്ചറിനെ കൂടുതലും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ നേരത്തേത് മതി. മീര ടീച്ചർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കണ്ട ചിരിച്ചു നിക്കുന്ന കൊച്ചു കള്ളി. അല്ലെങ്കിൽ വേണ്ട മക്കളെ, ഒരു നേരം മതി. പാവല്ലേ ടീച്ചർ? ഇല്ലേ ടീച്ചറെ? പൈസ ഇട്ടിരുന്നാ മതി, പോയിട്ട് വരാം. എത്രയാവും ഏകദേശം? ഒരു 4,000 രൂപ. 5000? അല്ല, അത് മതിയാവോ? അയ്യോ, 5000 രൂപ കൂടുതലായി ഞാൻ വിളിക്കാം. ടീച്ചർ ഇട്ട് തന്നിരുന്നാ മതി. ഞാൻ ATM എടുത്തോളാം. ആയിക്കോട്ടെ. ഓക്കെ, ബാക്കി വന്നാൽ തിരിച്ചോണ്ടിരുന്നോ? സന്തോഷം. ചേട്ടാ, ഓടി 2 നാരങ്ങ മിഠായി. നാരങ്ങ മിഠായിയാ? പിന്നെ ഒരു പാക്കറ്റ് ഞാൻ മേടിക്കും. ടീച്ചറെ, ബുദ്ധിമുട്ടായില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ ഒരു രസമല്ലേ? അതെ.
ചേച്ചി കേശവണ്ണ പോയിട്ട് എത്ര നേരമായി? ഇതാ കേശവണ്ണ പറഞ്ഞു വിട്ട് കഴിഞ്ഞാ കൊറേ സമയം എടുക്കും. ഞാനും കൂടെ പോയാ മതിയായിരുന്നു. എന്റെ പൊന്നു വെച്ച് അവൻ ഫുഡ് വാങ്ങാൻ പോയേക്കുമല്ലേ, വാങ്ങാണ്ട് തിരിച്ചു വരാൻ പറ്റുമോ? ഇല്ലല്ലോ, വാങ്ങിയിട്ട് ഇപ്പം എത്തും. ஏய் கேசு வந்தாச்சா? கேசு வந்தாச்சான்னு? ഇല്ല. എന്തുവാ? അതാ ഞങ്ങള് പറഞ്ഞോണ്ടിരുന്നേന്ന്. மீரா எங்க? മീര അകത്തുണ്ടെന്നാണ് പ്ലേറ്റ് ഒക്കെ ആയിട്ട് ഇപ്പഴേ കഴിക്കാൻ പോവാണോ? சிவா, இந்த மட்டன் பரட்டு நினைச்சாலே சாப்பிடுற மாதிரி இருக்கு. ரொம்ப பசி. എനിക്കും പസിക്കത്. അത് പസിയല്ല, എന്തോ രോഗം തോന്നുന്നുണ്ട്. ഇവളും മിക്കവാറും കേശുവിനെ കടത്തി വെട്ടും. അതാണല്ലോ എന്റെ ലക്ഷ്യം. ആ ചെറുക്കൻ വന്നില്ല ഇതുവരെ. എന്തോന്നേ ഈ വീട്ടിലെല്ലാവർക്കും വിശന്ന ഭ്രാന്തായ? വന്നില്ല എന്നല്ലേ ചോദിച്ചോളൂ. ഇപ്പൊ വരൂ, ഇങ്ങ് പോയല്ലേ ഉള്ളൂ, ഇപ്പൊ എത്തും. ഇപ്പോഴാണോ വരുന്നേ? എന്റെ പൊന്നു മക്കളെ, ഒന്നും പറയണ്ട. എന്തോരം തിരക്കെന്നറിയൂ. ആൾക്കാര് തിന്നാൻ വേണ്ടി മാത്രമാണ് ജീവിക്കണേ. ഇവിടെ എവിടെ ആരാ അടുക്കള പോകുന്നാരാ? അമ്മൂമ്മ വേണ്ട, അമ്മൂമ്മ തൂക്കിയ ശരിയാകൂല. കനാന്റെ ഇത് സേഫ് ആയിട്ട് കൊണ്ട് അടുക്കള വെച്ചോ. നൈറ്റ് കഴിക്കാനുള്ള ഫുഡാണ്. പൊറോട്ടയും ബീഫും പിന്നെ എല്ലുകറി അതൊക്കെ ഇങ്ങനെ മേടിച്ച് ഒന്നും നോക്കിയില്ല നമ്മള്. പിന്നെ മീര ടീച്ചറെ, സോറി, ദോശ കിട്ടിയില്ല കേട്ടോ. ചമ്മന്തിയെങ്കിലും? ഇല്ലില്ല, കടലക്കറിയും കിട്ടിയിട്ടില്ല. ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. വെറുതെ കാശ് എന്തിനു കളയണേ? അതുകൊണ്ട് തന്നെ ഞാൻ ആ കാശിന് നൈസിലും മറ്റേ ഇതൊക്കെ മേടിച്ച് അടുക്കള വെച്ചിട്ട് ചേട്ടാ മിഠായി മേടിച്ചില്ലേ? മിഠായി എല്ലാം മേടിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ സങ്കടം അതല്ല മക്കളെ, നമ്മൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ കഴിച്ച് കഴിയുമ്പോഴേ പിന്നെ ദഹിക്കണ്ടേ? അപ്പൊ 9 മണിയാവുമല്ലോ എങ്ങനെ പോയാലും. ബീഫ് എടുക്കാൻ, പൊറോട്ടയും ബീഫും എടുക്കാനേ എനിക്ക് അതാണ് സങ്കടം. അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചാ പെട്ടെന്ന് ദഹിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാരും എന്തിനും നോക്കിക്കൊണ്ടിരിക്കണേ? അതാ പെട്ടെന്നാവട്ടെ. ടീച്ചറേ, ഇതെല്ലാം കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോണം കേട്ടോ. പിന്നെ മുന്തിരി ജ്യൂസേ കിട്ടിയുള്ളൂ, ഫലൂഡ കിട്ടിയില്ല, പകരം ഇത് മേടിച്ചു. എടുത്ത് പോയി എന്തിന് സമയം കളയണേ? കുടഞ്ഞിട അങ്ങോട്ട്. ലീക്കൊന്നും ആവത്തൊന്നുമില്ല, ഞാൻ അല്ലേ മേടിച്ചേ. ഉണ്ടല്ലോ അല്ലേ, നീ വഴിക്ക് തിന്നില്ലല്ലോ. എന്നെ കുറിച്ച് എനിക്ക് അങ്ങനെയാണോ തോന്നുന്നത്? അമ്മൂമ്മ പ്ലേറ്റ് എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ലാഗ് അടിപ്പിക്കണേ? ഒരു ഗ്യാപ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ടീച്ചർ എങ്ങനെ ടീച്ചറെ? ടീച്ചറെ ഇത് അല്ലെങ്കിൽ വേണ്ട, പിന്നെ കുടിക്കാം. ഓക്കെ 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 ഓക്കെ. சிக்கன் ஃப்ரை இது எக்ஸ்ட்ரா மேடிச்சானு கேட்டா. இது வந்து மயோனைஸ் நினைக்கிறேன். ஆமா ஆமா. மீன் சட்னி, குக்கும்பர். ഇട്ടാ സാധനം സെറ്റ് ചെയ്താ കഴിക്കാം. എല്ലാം കൂടെ കൂട്ടി വെച്ചൊന്ന് ചന്തം കാണട്ടെ, എന്നിട്ട് കഴിച്ചാൽ. പ്ലാസ്റ്റിക് കവറൊക്കെ മാറ്റി. എന്താ പൊട്ടിക്കായിരിക്കുന്നില്ല? കാശ് കൊടുത്ത് മേടിച്ച സാധനമല്ലേ, എല്ലാം നിറമോടെ കണ്ടിട്ട് വേണ്ടേ കഴിക്കാൻ? തുടങ്ങ് എന്തിനു വെയിറ്റ് ചെയ്യണം? തുടങ്ങ് ശിവ. അതിങ്ങട്ട് ഇവിടെ എല്ലാവർക്കും വേണ്ട സാധനം എല്ലാരും എടുത്തോണം. ചെറുതായപ്പോ പറ്റിച്ചത്. ഉപ്പൂസുണ്ട്, എല്ലാം കഴിക്കണം. ആരും കഴിക്കണം. അതല്ല പൈസ. അയ്യോ പൈസ ഞാൻ മൊത്തം മറന്നുപോയി. മൊത്തന്റെ കേസ് ഞാൻ മറന്നു. പറയാം. മറ്റേ 4500 കൊണ്ടുപോയി. ഇപ്പൊ തരാം. ചുമ്മാ നീ അലമ്പാണിക. ഒരു കാളി ഞാൻ എടുത്തോണ്ടേ. കണക്കുള്ളതാണ്. പിസ്സ എങ്ങോണ്ട്? അമ്മൂമ്മ ഇഷ്ടപ്പെട്ട പിസ്സ? കൊച്ചി
കാല് വേണോ? ഇതെന്താ കേശു ഇത്? ഇത് ബിൽ. നീ നറുക്കിട്ട് ഇട്ട പേപ്പർ അല്ലേ? ഇതില് മൊത്തം എന്റെ പേരും ഇതില് മാത്രം നിങ്ങളുടെ പേരും. എന്താ കേശു? എന്താടാ ഇങ്ങനെ? എന്താടാ കേസു? എടാ നീ അതിനിടയ്ക്ക് ചീട്ട് മാറ്റിയ? ചെറുതായിട്ട്. കൊറേ കാലായില്ലേ ചേച്ചി നിങ്ങളുടെയൊക്കെ കൂടെ. നിന്നൊക്കെണ്ടല്ലോ. അതെ, ഒന്നും തോന്നരുത് കേട്ടാ. നമ്മുടെ കുടുംബത്തിലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പ്രാങ്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടേ. അതുപോലെ ഒന്നായിട്ട് കൂട്ടിയാ മതി. കഴിച്ചോട്ടെ. കഴിച്ചോ. ചേട്ടാ ഇതാരാ? ഭവ്യ. അതാര്? അറിഞ്ഞൂടാ, പരിചയപ്പെടണം. റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഞാൻ ഉണ്ട്. ഇപ്പൊ ഇതാ എന്തോ പേര് കൊടുത്തേക്കണേ? ശ്രുതി. ശ്രുതി. അതാരേട്ടാ? റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പരിചയപ്പെടണം. ഇതാര്? ഇതാ. ഡേയ് ഉണ്ടായിരിക്കണോണ്ടാ നീ? കഷ്ടമായില്ലോ ഇത്. എത്ര നേരം നമ്മളൊരു മനുഷ്യൻ ഫോണിൽ നോക്കണ്ടേ? ബോറടിക്കുന്നുണ്ടല്ലേ? ബോറടിക്കുന്നുണ്ട്. എനിക്കുണ്ട്. എന്തൊരു ചെയ്യുന്നാല്. ചേട്ടൻ എഴുതിയുടെ പരിപാടി അല്ല, എന്താണ് ചേട്ടൻ എഴുതിയുടെ പരിപാടി? ഒന്നും ചെയ്യാല്ലാത്തോണ്ടൊരു സുഖമില്ല ഇങ്ങനെ ഇരിക്കുന്നത്. ബോറടി. എനിക്കും ബോറടിക്കുന്നുണ്ട്. ആണോ? അയ്യോ, ഇവിടെ ഒരു കിടില ഐഡിയ ഉണ്ട്. എന്തെന്താ? എന്തുവാ? നിങ്ങൾ രണ്ടാൾക്ക് ശരിക്കും ആസ്വദിക്കാനും പറ്റും അത്. ആ എടാ, നമ്മുടെ പാറമടയിലുണ്ടല്ലോ, അവിടെ ഫുള്ള് പായലായിട്ട് കിടക്കുമല്ലേ. നിങ്ങൾ രണ്ടാളൂടെ ഒരു ചെങ്ങാണം ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഇറങ്ങ്. എന്നിട്ട് പയ്യ പായലൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റ്. അതപ്പറ്റി നിങ്ങളുടെ ബോറടിയും മാറും, നാടിന് ഉപകാരവും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നീ ചെങ്ങാടം ഉണ്ടാക്കിത്താ, എന്നിട്ട് ഞങ്ങള് ഇറങ്ങി ക്ലീൻ ചെയ്യാം. നല്ല കോമഡി. എണ്ണ സൂപ്പർ സാധനം. കൊച്ചിനെ മനസ്സിലായി മാട്ട സാധനം ഒന്നും ഉണ്ടാവടോ. ഇതേ നമ്മള് ഡേ കെയർ തുടങ്ങിയത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടാ. അത് നമ്മ പിള്ളേർ ഇവിടെ ഉള്ളപ്പോ ഒന്നും അറിയത്തില്ല. സമയം നല്ല ഷൂന്ന് പറഞ്ഞു പോവും. ഇപ്പം ഇല്ലാത്ത ദിവസമാണ് ഭയങ്കര ബോറടി അല്ലേ? ഓ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചേ നമ്മുടെ ഡേ കെയറിനെ ഒന്ന് ഉയർത്തി അങ്ങ് എടുക്കണം. എടി ഞാൻ ചിന്തിക്കുന്നുണ്ട്, പല ടൈപ്പിലുള്ള വെറൈറ്റി ഐഡിയാസ് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ആ ലച്ചേച്ചിയാണ് സമ്മതിക്കാത്തതെന്ന്. ചുമ്മാ അത് കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും തടസ്സമാണ് ലച്ചേച്ചി. അതിനെ വെട്ടി നമ്മള് ഈ വെട്ടി മാറ്റിയാന്ന് പറഞ്ഞാല് നമ്മുടെ അവിടുത്തെ ആ മൂലയില്ല, ആ മൂലന്ന് അവിടെ നിന്ന് വെട്ടി അല്ലെങ്കിൽ പിള്ളേർക്ക് ചെറിയ ഇതൊക്കെ വരും. പക്ഷെ ഡേ കെയർ തുടങ്ങിയത് എന്തുകൊണ്ടും സൂപ്പറാണ്, സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് അല്ലേ ചേച്ചി? അതെ അതെ, സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് പോലും. എന്നെ പറ്റി എന്താ കുറ്റം പറഞ്ഞോണ്ടോ? എന്നെ പറ്റി എന്ത് കുറ്റാ പറഞ്ഞോണ്ടിരുന്നേന്ന്? ഇതാണ് പ്രശ്നം. ലച്ചു ലാ പറഞ്ഞാ മതി, അവിടുന്ന് ഇവിടെ ചാടി വന്ന് എന്ത് പറഞ്ഞു ചോദിച്ചോണ്ടിരിക്കും. ഞാൻ പറയാം കേശേട്ടൻ എന്താ പറഞ്ഞത്. എന്താ പറഞ്ഞേ? കേശേട്ടൻ പറഞ്ഞേ കേശേട്ടൻ ഡേ കെയറിലേക്ക് എന്ത് പ്ലാൻ ചെയ്താലും ലച്ചേച്ചി ഒരു തടസ്സമാണ്. ഞാൻ തടസ്സം അല്ലേ? ഞാൻ ഉള്ളത് കൊണ്ടാ ഡേ കെയർ ഇപ്പൊ നേരെ ചൊവ്വേ പോകുന്നത്. എന്റെ കണ്ണെങ്ങനും തെറ്റേണ്ടല്ല, ഇവൻ അത് കൊളാക്കും. ബാ, രണ്ട് പ്രിൻസിപ്പളും കൂടെ ഇവിടെ കിടന്ന് തല്ലുണ്ടാക്കി. ഇതാണ് നടക്കുന്നത്. അത് വിട്, ബോറടിക്കാതിരിക്കാൻ എന്തായാലും പ്ലാൻ ചെയ്യും. എന്ത് പ്ലാൻ ചെയ്യാൻ? ചേച്ചി നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പിടിച്ചാലേ? ഖാന 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 കറങ്ങിത്തിരിഞ്ഞ് ഖാനയിലേക്ക് തന്നെ വരുമെന്ന് എനിക്ക് നല്ലോണം അറിയായിരുന്നു. അതാകുമ്പോ സാറിന് വലിയ കാശി ചെലവും ഇല്ല, വിചാരിച്ച കാര്യമായിട്ട് നടക്കുകയും ചെയ്യും. ലച്ചു ചേച്ചി, നമുക്ക് സഹോദരങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പുറത്തൊക്കെ പോയി
ഫുഡൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് നാടൊക്കെ ചുറ്റി പയ്യങ്ങോര എന്താ പറയുന്നു സഹോദരിയുടെ കയ്യിലേ എത്രയുണ്ട് $150. $150. Yeah. ചേട്ടന്റെ കയ്യിലോ? 116. ഇത് റൗണ്ട് 100 രൂപ. 100 രൂപ. എന്റെ കയ്യില് 10 രൂപയുണ്ട്. 10 രൂപയുണ്ടാ? ആ ദൈവമേ, ഇതേ കൂടുതൽ പിന്നെ എന്ത് വേണം? ഒരാളുടെ 150 രൂപ, ഒരാളുടെ 100 രൂപ, 10 രൂപ, മൊത്തം 260 രൂപ നമ്മുടെ കയ്യിലുണ്ട്. എങ്ങോട്ടാ പോണ്ടേ? കൊച്ചേ, എല്ലാരുമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പോണെങ്കിലേ എങ്ങനെയൊക്കെ പോലെ ഒരു 10,000-4,000 രൂപ പൊട്ടും. ചേച്ചി, ചില സമയം നമ്മൾ പൈസ ഒന്നും നോക്കാൻ പാടില്ല. നമ്മുടെ സന്തോഷമാണ് വലുത്. ആ, അല്ലെങ്കിൽ തന്നെ ഈ പൈസക്ക് ഇങ്ങനെ പൂഴ്ത്തി വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ആർക്കും കൊണ്ട് കൊടുക്കാനാ? മക്കളെ പാറു, നിന്റെ ചാട്ടം എങ്ങോട്ടാന്നൊക്കെ ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടാ. ശിവ, നിന്റെയും അതുകൊണ്ട് നടക്കില്ല. എന്തായാലും ഒറ്റടിക്ക് പറയട്ടെ, അങ്ങ് പോവാല്ലെങ്കിൽ വാന്ന്. നമ്മള് ഡേ കെയർ തുടങ്ങി. അതിന്റെ ചെലവ് നമ്മൾ ചെയ്താ? ഇല്ല. ചെയ്യണ്ടേത്. ചെലവിന്റെ കാശും ചോദിച്ച അമ്മായിനെ വിളിച്ചാലേ അമ്മായി തെറി പറയും. പ്രത്യേകിച്ച് ചേച്ചി വിളിച്ചു കഴിഞ്ഞാൽ 2 എക്സ്ട്രാ പറയും. ഫണ്ട് കൊടുത്താ? ബാക്കി കൊടുക്കാന്ന് പറഞ്ഞ ഷെയറേ കൊടുത്തിട്ടില്ലല്ലോ. അത് കൊടുക്കുമല്ലോ. കൊടുക്കുമല്ലോ, മട്ടല് വെട്ടി അടിക്കും. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ചെലവ് ചെയ്യാം. ഇന്നയാള് തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ല. അതിനാ നമുക്ക് ആളെ സെലക്ട് ചെയ്യാം. പാറുവേ, സാധനം തെറ്റി. ശരി സാർ. ശരി സാർ. പാറുവേ, എന്നാ നോക്കിക്കൊണ്ടിരിക്കുക? നീ വിളിയടി. നറുക്കിടാൻ പോണോ? പിന്നല്ലാതെ. അമ്മൂമ്മേ, കനയാന്റി, ലച്ചാച്ചി, ശിവച്ചാച്ചി, എല്ലാരും വാ. എന്താടാ? എവിടെ അമ്മൂമ്മ കനാന്റെ ഒക്കെ വിളി വിളി വിളി. അമ്മമ്മേ, കനയാന്റി. എന്താ പരിപാടി? നമ്മള് സാധാരണ ഇവിടെ എന്തെങ്കിലും പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഗ്രാൻഡ് പാർട്ടി അറേഞ്ച് ചെയ്യുന്ന ഓർമ്മയുണ്ടോ? എപ്പോഴും നമ്മൾ ചെയ്യാറുണ്ടേ. പക്ഷെ നമ്മൾ ഇപ്പം ഡേ കെയർ തുടങ്ങിയതിന് ശേഷം അത് ചെയ്തോ? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോ നമ്മളൊരു ഗ്രാൻഡ് പാർട്ടി അറേഞ്ച് ചെയ്യാൻ പോകുന്നു. മീര ടീച്ചറിന് സന്തോഷല്ലേ? ആ, ഞാനിത് അങ്ങോട്ട് പറയാൻ നിൽക്കുമായിരുന്നു. കേശുവാണോ ചെലവ് നടത്താൻ പോണേ? ഞാൻ അങ്ങനെ ഒരാളെ അങ്ങനെ റാൻഡമായിട്ട് തെരഞ്ഞെടുത്താൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതൊരു ഭാഗ്യ പരീക്ഷണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അതാകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. എടാ അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. നീ നിന്റെ അച്ഛന്റെ കൂട്ട് വളച്ചു കെട്ടാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ശരി, പരിപാടി വളരെ സിമ്പിൾ ആണ്. നമ്മള് ചില കാര്യങ്ങളൊക്കെ ഒരു ഗെയിം വഴി തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതാകുമ്പോ അടി ഇടിയും ചവിട്ടും കുത്തൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പം നിലവില് ഇത് കണ്ടിട്ട് എല്ലാവർക്കും എന്ത് തോന്നുന്നു? നീ കള്ളനും പോലീസും കളിക്കാൻ പോകും? ഏച്ചി പോടി. നീ ആളെ തെരഞ്ഞെടുക്കണ കള്ളനും പോലീസും കളിച്ചിട്ടാണ്. മക്കളെ പറഞ്ഞോട്. നറുക്കിടാൻ പോന്ന്. നറുക്കോ? എന്ത് നറുക്ക്? ചേച്ചി. ഓ മീര, ഇവിടെ ഈ നറുക്കിടുന്ന പരിപാടി സ്ഥിരവാ. പാറുവിന്റെ പേരൊഴികെ ബാക്കി എല്ലാവരുടെ പേരെഴുതി നറുക്കിടും. ആരുടെ പേരാണോ വീഴുന്നത് അയാള് ചെലവ് എടുത്തും. പിന്നെ സാറേ, ഉഡായിപ്പ് പരിപാടി ഒന്നും നടത്താൻ പറ്റില്ല. നിന്റെ പേര് എഴുതിയിടണം. അവൻ എന്റെ പേര് എഴുതി വിടുമല്ലോ. എന്ത് ഉഡായിപ്പ് പരിപാടി? ഞങ്ങളുടെ ഫ്രണ്ട് വെച്ചല്ലേ ഞാൻ പേര് എഴുതാൻ പോണേ. എന്നാ ആദ്യം എഴുത്. എഴുതാ. അമ്മുമ്മായി കനകാന്റിയായി തുടങ്ങിയാട്ടെ. തുടങ്ങട്ടാ. അമ്മുമ്മോ, പേര് വീണ് കഴിഞ്ഞാ ചെലവ് നടത്തണം. പിന്നെ ഞാൻ പറയല്ലേ, എന്റെ പേര് വീണ ഞാൻ ചെലവ് ചെയ്തിരിക്കും. അത്ര തന്നെ. കനകാന്റിയെ ചെലവ് ചെയ്യണം. கண்டிப்பா நான் செஞ்சிருக்கேன். പേര് വീണ ചെലവ് ചെയ്യണം. അപ്പൊ എങ്ങാനും ഞാൻ പറഞ്ഞാലാണ് ഞാൻ പൊന്നുമോനെടുത്ത് വേളയിലിടും. കേട്ടല്ലോ? എല്ലാരും എന്റെ അടുത്ത് പറയണേ. നോക്കി യാതൊരുവിധ അടവും കാണിക്കാൻ പാടില്ല. നീ എന്തോ അഭ്യാസം കാണിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ചേട്ടാ, ഇത് കഷ്ടമായില്ലേ ഇതിപ്പം. എന്റെ അമ്മൂമ്മ അങ്ങനെ പറയാൻ തുടങ്ങി. എങ്ങനെ അമ്മൂമ്മ? എഴുത്. എല്ലാരും നോക്കണം. ഓക്കെ. കള്ളമില്ല, ചതിയില്ല. എള്ളോളമില്ല, പൊളിവച്ചനും ബാക്കി പാട്ടും കൂടെ പാടണ. പിന്നെ എഴുതടാ. ചോനറത്തല ഭവാനിയമ്മ. മടക്കടി. ഇങ്ങനെ മടക്കട്ടെ. വേണ്ട, ഞാൻ മടക്ക. അടുത്തത് മധുരൈ മാവട്ടം കനകം.
മധുരൈ മാവട്ടം കനകം. നല്ല പേരല്ലമ്മ? നല്ല പേര്. കുഴിപ്പള്ളം ലച്ചോ. നീ മിക്കവാറും കൊണ്ടേ പോകത്തുള്ളൂ. ചെന്നൈ ശിവാനി. അടുത്തത് അടുത്താണ് ഞാൻ കേക്കണ്ടേ. എഴുത്. കിളവൻ കേശു. അല്ല മോനെ, കാട്ടുകോഴി കേശു, ഗന്ധർവൻ കേശു, മരവാഴ കേശു, കൊതിയൻ കേശു. വേണ്ടേട്ടാ, ആരുടെ സഹായം വേണ്ടേ? ഞാൻ തന്നെ എഴുതിക്കൊള്ളാം. പ്രിൻസിപ്പാൾ കേശവ് ബാലചന്ദ്രൻ തമ്പി. ഒരു പിഞ്ചിപ്പാള് കൊണ്ടേക്കാണ്. വേണ്ട, കണ്ടല്ലോ. ഓക്കെ അല്ലേ? ഇടട്ടാ. എന്തേ 5 പേരടി. ടീച്ചർ ടീച്ചറിന്റെ പേര് വെക്കണം. പാവൻ ടീച്ചർ വേണ്ട, പോട്ട്. ഏയ് അങ്ങനെയൊന്നുമില്ല, എഴുതിക്കോ. അല്ല പിന്നെ ടീച്ചറുടെ സ്പോർട്സ് സ്പിരിറ്റ് നീ നോക്കി എഴുതങ്ങോട്ട്. അത്ര തന്നെ ചെലവണം കേട്ടോ. ടീച്ചർ ചെയ്യുന്നറിയാം. എന്നാലും പാലക്കാട് മീര കൃഷ്ണൻ. കൃഷ്ണൻ കൃഷ്ണൻ. കൃഷ്ണൻ. എന്തടി? അങ്ങനെ അങ്ങനെ വിശ്വാസക്കുറവ്. നീളത്തി വേണോ ഒരു സാധനം ഇരിക്കെ. നീ ചുമ്മാ ആവശ്യമില്ലാതെ മടക്കി കുറുക്കല്ലേ. മണ്ട ലോട്ടിടുവോ എടുക്കേ. ലോട്ടിടുവോ എടുക്കുന്നോ? എല്ലാം ഉണ്ടോ കുറെ എക്സ്ട്രാ വന്ന പേപ്പറിൽ അവിടെ എന്തിന് ഇത് മടക്കിയിട്ട് ഇപ്പൊ വെച്ചേക്കുന്നില്ലേ? ഇപ്പൊ ഇടാം. ഓക്കെ, എത്ര 1 2 3 4 5 6. ഓക്കെ, പറ. നീ ഇട്. നീ ഇപ്പൊ ഞാൻ ഇട്ടിട്ട് എല്ലാം കൂടി എഞ്ചത്തിൽ പോകാൻ വച്ചേ. നന്നായിട്ട്. ഇങ്ങനെ ഇങ്ങനെ. ഇനി ഒരെണ്ണം. അയ്യോ, ഏറ്റവും ദൂരെ പോയതിനാണ് എടുത്തില്ലേ? ആടാ പാലക്കാട് മീരാകൃഷ്ണൻ. ടീച്ചറിന് സങ്കടമായി കാണുമല്ലോ. എന്തിനു സങ്കടം? സങ്കടമൊന്നുമില്ല. ഇല്ല. അപ്പൊ ചെലവ് ചെയ്യും. പിന്നെ അപ്പൊ എല്ലാം പറഞ്ഞ കൈയടിച്ച് പാസ്സാക്ക്. അപ്പൊ ടീച്ചറെ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, ടീച്ചറിന്റെ ചെലവ്. ഓക്കെ. ഓക്കെ. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.